കള്ളിച്ചെല്ലമ്മ 1969 ആഗസ്റ്റ് 22 പുറത്തിറങ്ങിയ ചിത്രമാണ് കള്ളിച്ചെല്ലമ്മ. ശോഭന പരമേശ്വരൻ നായർ നിർമ്മിച്ച ഈ ചിത്രത്തിൻ്റെ രചയിതാവ് ജി വിവേകാനന്ദനാണ്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ, ഗായകർ പി ജയചന്ദ്രൻ, കെ പി ബ്രഹ്മാനന്ദൻ, കമുകറ പുരുഷോത്തമൻ, സി ഒ ആൻഡോ, എം ജി രാധാകൃഷ്ണൻ, പി ലീല, ബി വസന്ത, ശ്രീലത, കോട്ടയം ശാന്ത. കരിമുകിൽ കാട്ടിലെ, മാനത്തെ കായലിൽ എന്നീ ഗാനങ്ങൾ ഹിറ്റായി. ഉണ്ണി ഗണപതിയെ എന്ന ഗാനം ആലപിച്ചുകൊണ്ട് പിന്നീട് പ്രശസ്ത സംഗീത സംവിധായകനായി തീർന്ന എം ജി രാധാകൃഷ്ണനും മാനത്തെ കായലിൻ എന്ന ഗാനം ആലപിച്ചുകൊണ്ട് ബ്രഹ്മാനന്ദനും ഈ ചിത്രത്തിലൂടെ ചലച്ചിത്ര പിന്നണി ഗാന പ്രവേശനം നടത്തി. ജർമ്മനിയിലുള്ള ഫോട്ടോഗ്രാഫിക് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന ഒരു സ്വകാര്യ കമ്പനിയാണ് ഓർവോ. അവരുടെ സാങ്കേതിക വിദ്യ ആദ്യമായി പ്രയോജനപ്പെടുത്തിയത് കള്ളിച്ചെല്ലമ്മയിലാണ്. ഒറിജിനൽ വോൾഫൻ എന്ന വാക്കുകളിൽ നിന്നാണ് ഓർവോ ഉണ്ടായത്. അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: ഷീല ചെല്ലമ്മ, നസീർ കുഞ്ഞച്ചൻ, മധു ചന്ദ്രപ്പൻ, അടൂർ ബാസി കേശവപിള്ള, അടൂർ ഭവാനി വെള്ളിയക്കൻ, ശങ്കരാടി മേസ്തിരി, മീന കാർത്തി, മാസ്റ്റർ പ്രമോദ്, കുഞ്ഞിരാമൻ, ജെ സി ഗോപി, കൂടാതെ വീരൻ, പി എൻ സരസ്വതി, ഖദീജ, പറവൂർ ഭരതൻ, കുട്ടൻപിള്ള, പാലാ തങ്കം, നബീസ, കെ പി പിള്ള, അബ്ബാസ്, പി എ ലത്തീഫ്, തൊടുപുഴ രാധാകൃഷ്ണൻ എന്നിവരും വേഷമിട്ടു. ക്യാമറ യു രാജഗോപാൽ ബെഞ്ചമിൻ, സംവിധാനം പി ഭാസ്കരൻ. ഷീലയ്ക്ക് മികച്ച നടിക്കും അടൂർ ഭവാനിക്ക് മികച്ച സഹനടിക്കും മാസ്റ്റർ പ്രമോദിന് മികച്ച ബാലതാരത്തിനുമുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഈ ചിത്രത്തിലെ അഭിനയത്തിന് ലഭിച്ചു. തൻ്റെ അച്ഛനാരാണെന്നറിയാത്തവളാണ് ചെല്ലമ്മ. അവൾക്ക് പ്രായപൂർത്തിയാകും മുന്നേ അവളുടെ അമ്മ മരിച്ചു. കോവളത്ത് മരച്ചീനി കച്ചവടമായിരുന്നു അവളുടെ തൊഴിൽ. കച്ചവടത്തിനും ജീവിതത്തിനും ഒരു തുണയായി നിന്നത് വള്ളിയക്കൻ മാത്രം. സുന്ദരിയായിരുന്നു ചെല്ലമ്മ. അവളുടെ സൗന്ദര്യത്തിൽ മോഹിച്ച് എന്തു കൊടുക്കാനും തയ്യാറായി ആളുകൾ പിറകെ നടന്നു. തൻ്റെ ഇടിയും ധീരയുമായ അവൾ അവരെയെല്ലാം ആട്ടി ഓടിച്ചു. സമുദായത്തിൽ നിന്നുപോലും എതിർപ്പുകൾ വന്നു. ആ എതിർപ്പുകളെ നേരിടാൻ തുന്നൽക്കാരൻ മേസ്തിരിയും കുറച്ചാളുകളും ഉണ്ടായിരുന്നു. അപ്പോഴാണ് അവളുടെ ഗ്രാമത്തിൽ കതിരാകാൻ തുടങ്ങിയ പുഞ്ചനിലത്തിലേക്ക് വെള്ളം കയറിയത്. നല്ലവനായ മേസ്തിരിയും കൂട്ടരും ചേർന്ന് കോട്ടയത്തു നിന്നും വെള്ളം വറ്റിക്കുവാനുള്ള എഞ്ചിൻ എത്തിച്ചു. സുമുഖനും സുന്ദരനുമായിരുന്നു എഞ്ചിൻ ഡ്രൈവർ കുഞ്ഞച്ചൻ. അയാൾ കഠിന പ്രയത്നം ചെയ്ത് വെള്ളം വറ്റിച്ചു. നെല്ല് അഴുകാതെ രക്ഷപ്പെട്ടു. ചെല്ലമ്മയുടെ വീടിനടുത്തുള്ള ഊറ്റുകുഴിയിൽ കുളിക്കാൻ വന്ന കുഞ്ഞച്ചൻ ചെല്ലമ്മയെ കണ്ട് പരിചയപ്പെട്ടു. സമ്പന്നനും പ്രമാണിയുമായ അധികാരി യജമാനൻ ചെല്ലമ്മയെ വശത്താക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അയാൾക്ക് അവളോട് പകയുമായി. അധികാരികളുടെ മകൻ ഗോപിപ്പിള്ളയും ചെല്ലമ്മയുടെ അടുത്തു നിന്നും മാനഹാനിയും ആക്ഷേപവും നേരിട്ടു. അവർ പ്രതികാരത്തോടെ ചെല്ലമ്മയെ കുടിയിറക്കാൻ ശ്രമിച്ചു. എന്നാൽ അവരെ നേരിട്ടത് കുഞ്ഞച്ചനായിരുന്നു. അയാൾ അവളെ സഹായിച്ചു. ചെല്ലമ്മയ്ക്ക് കുഞ്ഞച്ചനോട് ബഹുമാനം തോന്നി, കടപ്പാടുണ്ടായി. വെള്ളം വറ്റിച്ചു. എഞ്ചിൻ എടുത്തു വള്ളത്തിൽ കയറ്റി. ആ രാത്രി പാതിരാനേരത്തെ കുഞ്ഞച്ചൻ ചെല്ലമ്മയുടെ അടുത്ത് യാത്ര ചോദിക്കാനെത്തി. അവൾ സങ്കടപ്പെട്ടു. കൗശലത്തോടെ ആ സന്ദർഭം മുതലാക്കി അയാൾ അവളുടെ കന്യകാത്വം അപഹരിച്ചു. ഒരു ദിവസം ചെല്ലമ്മ ഛർദ്ദിക്കുന്നത് കണ്ട വള്ളിയാക്കൻ കാര്യങ്ങൾ ചോദിച്ചു. ഗർഭിണിയാണെന്ന സത്യം മനസ്സിലാക്കി. ഒരുപാട് വഴക്ക് പറഞ്ഞെങ്കിലും അവൾക്കായി അവർ ചില മരുന്നുകൾ കൊണ്ടുവന്നു കൊടുത്തു. അവളത് കഴിച്ചതേയില്ല. ചെല്ലമ്മ ഗർഭിണിയാണെന്ന വിവരം ചുറ്റുപാടും അറിഞ്ഞു. മേസ്തിരി ദേഷ്യത്തിലായി. അവളെ സ്വാധീനിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട അത്രാങ്കണ്ണ് ഈ അവശാവസ്ഥയിൽ സഹായിക്കാനെത്തി. ആശുപത്രിയിൽ വച്ച് ചെല്ലമ്മ ഒരു ചാപിള്ളയെ പ്രസവിച്ചു. ജോലിയൊന്നുമില്ലാതെ വിഷമിച്ചിരുന്ന ചെല്ലമ്മയെ അത്രാങ്കണ്ണ് സഹായിച്ചു. ചെല്ലമ്മയ്ക്ക് അത്രാങ്കണ്ണിനോട് സ്നേഹം തോന്നി. ഒരു ദിവസം അവളെ കടന്നു പിടിക്കാൻ അത്രാങ്കണ്ണ് ശ്രമിച്ചു. അത് എതിർത്തുകൊണ്ട് അവൾ തനിക്ക് അത്രാങ്കണ്ണിനോട് സഹോദരസ്ഥാനത സ്നേഹമാണുള്ളതെന്ന് തുറന്നു പറഞ്ഞു. ഈ സമയം മദ്യപിച്ച് ലക്കുകെട്ട് കുഞ്ഞച്ചൻ അവിടെ കടന്നു വന്നു. അത്രാങ്കണ്ണും കുഞ്ഞച്ചനും തമ്മിൽ ഏറ്റുമുട്ടി. അത്രാങ്കണ്ണ് കുഞ്ഞച്ചൻ്റെ കുത്തേറ്റ് ആശുപത്രിയിലും കുഞ്ഞച്ചൻ ഒളിവിലുമായി. ഒളിവിൽ പോയ കുഞ്ഞച്ചൻ ഒരപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലായി. എല്ലാം മറന്ന് ചെല്ലമ്മ അയാളെ ശുശ്രൂഷിക്കാനെത്തി. അവിടെ നിന്നും അവർ ഇരുവരും
ദൂരെ ഒരു സ്ഥലത്തേക്ക് താമസം മാറ്റി. അപകടത്തിൽ അംഗഭംഗം വന്ന അയാൾക്ക് ആഹാരവും ലഹരി പദാർത്ഥങ്ങളും ചെല്ലമ്മ വേല ചെയ്ത് കിട്ടുന്ന പണം കൊണ്ട് വാങ്ങിക്കൊടുത്തു. അങ്ങനെ ഇരിക്കെയാണ് അയാളെ അന്വേഷിച്ച് ഒരു സ്ത്രീയും 2 കുട്ടികളും അവിടെ എത്തിയത്. അത് കുഞ്ഞച്ചൻ്റെ ഭാര്യയും കുട്ടികളുമായിരുന്നു. അവരെ തല്ലി ഓടിക്കാനായി കുഞ്ഞച്ചൻ്റെ ശ്രമം. എന്നാൽ അതിനെ എതിർത്തുകൊണ്ട് അവരെ അവിടെ താമസിപ്പിക്കാൻ ചെല്ലമ്മ തയ്യാറായി. അന്ന് രാത്രി ഇനി മരണം മാത്രമേ തനിക്ക് വഴിയുള്ളൂ എന്ന് നിരാശിതയായ ചെല്ലമ്മ തീരുമാനിച്ചു. ഒതളങ്ങ പറിച്ചെടുത്ത് കഴിച്ചു. ദാഹം ഏറി. തല ചുറ്റി തൻ്റെ അമ്മയുടെ ചുടലത്തെങ്ങിൽ നിന്ന് ഒരു കരിക്ക് അടർത്തി വെള്ളം കുടിക്കുവാൻ ശ്രമിച്ചു. ആ സമയം അവിടെ എത്തിയ അധികാരി യജമാനും കൂട്ടരും കൂടി അവളെ പിടിച്ചു കെട്ടി. അവൾ കള്ളിയാണെന്നവർ വിളിച്ചു കൂവി. ആരോടും ഒരു തെറ്റും ചെയ്യാതിരുന്ന ചെല്ലമ്മ, കുഞ്ഞച്ചനെ ദൈവമായി കരുതിയ ചെല്ലമ്മ മരിക്കും മുന്നേ കള്ളി ചെല്ലമ്മയായി.